കേരളം ഏറെ ഞെട്ടലോടുകൂടി കേട്ട വാർത്തയായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. ഏറ്റവും അതീവ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117ാമത്തെ വീട്ടിലായിരുന്നു ആ നരഹത്യ നടന്നത്. പ്രതി കേതൽ വിൻസെന്റ് രാജ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ 8 വർഷക്കാലം നീട്ടിക്കൊണ്ടുപോയ കേസിന്റെ ശിക്ഷാവിധി നാളെയാണ്. ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് കേതൽ വിൻസെന്റ് രാജ ഈ വീട്ടിൽ വെച്ച് ആദ്യ കൊലപാതകം നടത്തുന്നത്. സ്വന്തമായി സൃഷ്ടിച്ച വീഡിയോ ഗെയിം കാണിക്കാനായിട്ട് അമ്മ ജീൻ പത്മയെ മുകളിലുള്ള മുറിയിൽ കൊണ്ടുപോവുകയും ഓൺലൈനിൽ നിന്ന് വാങ്ങിയ മഴു ഉപയോഗിച്ച് അമ്മയുടെ പിൻകഴുത്തിൽ വെട്ടുകയായിരുന്നു. തൊട്ടു പിന്നാലെ എത്തിയ അച്ഛൻ രാജാതങ്കയും സഹോദരി കരോളിനെയും ഇതേ സമാനമായ രീതിയിലായിരുന്നു കൊലപ്പെടുത്തിയത്. 6-ാം തീയതി വീട്ടിലെത്തിയ ബന്ധു കൂടിയായ ലളിതയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊലപ്പെടുത്തിയതിനു ശേഷം അന്നേ ദിവസം ഇതേ വീട്ടിലിരുന്ന് തന്നെ കേതൽ ഭക്ഷണം കഴിക്കുകയും ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന അതേ ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് ബന്ധു കൂടിയായ ലളിതയെ വെട്ടിനുറുക്കി ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞു വെച്ചത്. രാജാതങ്കത്തെയും ജീൻ പത്മയെയും സഹോദരി കരോളിനെയും ശുചിമുറിയിലെത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു കേതൽ വിൻസെന്റ് രാജ ശ്രമിച്ചത്. തീ ആളിക്കത്തി ബെഡ്റൂമിലെത്തിയതിനെ തുടർന്നാണ് പുറം ലോകം ഈ കൂട്ടക്കൊലപാതകം അറിയുന്നത്. കൂട്ടക്കൊലപാതകത്തിന് ശേഷം കേതൽ ചെന്നൈയിലേക്ക് മുങ്ങുകയായിരുന്നു. മടങ്ങിയെത്തിയ പ്രതിയെ പോലീസ് തമ്പാനൂരിൽ വെച്ചാണ് പിടികൂടിയത്. ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായി ശരീരത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയെന്നുള്ളതാണ് കേതൽ പോലീസ് നൽകിയ മൊഴി. എന്നാൽ അതായിരുന്നില്ല യാഥാർത്ഥ്യം. അമ്മ ജീൻ പത്മയെ പോലെ മകനെയും ഒരു ഡോക്ടറായി കാണാനായിരുന്നു കുടുംബം ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് മകനെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പഠനം പൂർത്തിയാക്കാതെയാണ് കേതൽ ഈ വീട്ടിലേക്ക് തിരികെ എത്തിയത്. അന്ന് മുതൽ അച്ഛൻ രാജാതങ്കം മകനെ നിരന്തരം ശകാരിച്ചു. ആ വൈരാഗ്യമാണ് ഒടുവിൽ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ കുറ്റപത്രം. ഇന്നിപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നാളെയാണ് കേരളം കാത്തിരിക്കുന്ന ആ സുപ്രധാന വിധി വരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയം രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.